നമ്മുടെ മിഷൻ കാക്കി ചലഞ്ചിൻ്റെ 5ാമത്തെ ദിവസമാണിന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് GST ആണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ കേരള PSC യൂണിഫോം ഫോഴ്സിന് വേണ്ടിയിട്ട് നടത്തുന്ന എല്ലാ എക്സാംസിനും വേണ്ടിയിട്ടുള്ളൊരു കോമൺ കോച്ചിങ് പ്രോഗ്രാമാണ് മിഷൻ കാക്കി എന്ന് പറയുന്ന 150 ഡേ ചലഞ്ച്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എല്ലാ ഫോഴ്സിലോട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ തീർക്കും. അതുപോലെ തന്നെ SCRT ഫാക്റ്റും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ എല്ലാം കവർ ചെയ്തിട്ടുള്ളൊരു കോച്ചിങ് പ്രോഗ്രാമാണ് മിഷൻ കാക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത് പെയ്ഡൊന്നുമല്ല, ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. GSTയുടെ 2ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരെ അതാദ്യം കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാൻ നേരെ. അപ്പോൾ ആദ്യമായിട്ട് GST ബില്ല് പാസ്സാക്കുന്നത് ആസാമാണ്. നമ്മൾ ഭരണഘടനാ ഭേദഗതിയിൽ പറഞ്ഞായിരുന്നു, ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ അമെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടെ വേണം, അല്ലേ? സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടാവണം, അതുപോലെ തന്നെ പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. അപ്പോൾ GST ബില്ല് പാസ്സാകണമെങ്കിൽ എന്ത് വേണം? ആദ്യം സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടാവണം പാർലമെൻറ്റിൽ, അതുപോലെ തന്നെ പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ GST ബില്ല് ആദ്യമായിട്ട് പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ്? ആസാമാണ്. അതുപോലെ തന്നെ കേരളം GST ബില്ല്, സ്റ്റേറ്റ് GST ബില്ല് പാസ്സാക്കുന്നത് 2017 ഓഗസ്റ്റ് 17-നാണ്. ഡേറ്റ് ഓർത്ത് വെക്കുക. 2017 ഓഗസ്റ്റ് 17-നാണ് കേരളം സ്റ്റേറ്റ് GST ബില്ല് പാസ്സാക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ GST ഭവൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതും കൂടെ ഓർത്ത് വെച്ചേക്കുക. തിരുവനന്തപുരത്താണ് കേരളത്തിലെ GST ഭവൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർത്ത് വെക്കണമെന്ന് നോക്കിക്കേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് GST നിയമം പാസ്സാക്കിയത് ആസാമിലാണ്. അതുപോലെ തന്നെ കേരളം എന്നാണ് പാസ്സാക്കിയത്? 2017 ഓഗസ്റ്റ് 17-ന്. കേരളത്തിലെ GST ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊജക്ട് സാക്ഷരത്തെ പറ്റിയാണ്. അപ്പോൾ GSTയും അതുപോലെ തന്നെ മറ്റ് നികുതി സേവനങ്ങളും അത് കാര്യക്ഷമമായിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് നടപ്പിലാക്കിയ പദ്ധതിയാണ്, അല്ലെങ്കിൽ ആരംഭിച്ച പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത് പ്രൊജക്ട് സാക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് നടപ്പിലാക്കിയെന്ന് ഓർത്തു വെക്കുക. സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? GSTയും അതുപോലെ തന്നെ മറ്റു നികുതി സേവനങ്ങളൊക്കെ സ്മൂത്തായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് GSTN അഥവാ GST നെറ്റ്വർക്കിനെ കുറിച്ചാണ്. അപ്പോൾ GSTയുടെ IT ബാക്ക് ബോൺ എന്നാണ് GST നെറ്റ്വർക്കിനെ അറിയപ്പെടുന്നത്. കാരണം GST റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടെക്നിക്കൽ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് GST നെറ്റ്വർക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് ആരംഭിക്കുന്നത് 2013-ലാണ്. വർഷം ഓർത്ത് വെക്കുക. GSTN ആരംഭിക്കുന്നത് 2013-ലാണ്. കാരണം നമുക്കറിയാം GST വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം, അല്ലേ? GST 2017-ലാണ് വരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ 2013 എന്ത് ആരംഭിച്ചിട്ടുണ്ട്? GST നെറ്റ്വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. GST നെറ്റ്വർക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു GSTയുടെ IT ബാക്ക് ബോൺ എന്നറിയപ്പെടുന്നത് ആരാണ്? GST നെറ്റ്വർക്കാണ്. ഇനി എന്താണ് അവരുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ GST രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ GST പോർട്ടൽ ഹാൻഡിൽ ചെയ്യൽ, അതുപോലെ തന്നെ റിട്ടേൺ ഫയലിങ്, അതുപോലെ തന്നെ ടാക്സ് പേയ്മെൻറ്റ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഇതെല്ലാം ഡീൽ ചെയ്യുന്നത് GST നെറ്റ്വർക്കാണ്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു GST രജിസ്ട്രേഷൻ എടുക്കണം, അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണം, അതുപോലെ തന്നെ ടാക്സ് അടക്കണം, അല്ലേ? ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? എലിജിബിൾ ആക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇതിലൂടെയാണ്? GST പോർട്ടലിലൂടെയാണ്. അപ്പോൾ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GST നെറ്റ്വർക്കാണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി ഡീപ്പായിട്ട് പോകാതെ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതിനകത്ത് തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ GST നെറ്റ്വർക്കിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ ഓർത്ത് വെക്കണം? ഒന്ന്, GSTയുടെ ബാക്ക് ബോണായിട്ട് IT ബാക്ക് ബോണായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി ആരംഭിച്ചതെന്നാണ്? 2013-ലാണ്. ഇനി എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. GST പോർട്ടൽ ഹാൻഡിൽ ചെയ്യുക, GST രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ടാക്സ് റിട്ടേൺ ഫയലിംഗ്, ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് GST നെറ്റ്വർക്കാണ്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ITC അഥവാ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ GST വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മയായിരുന്നു ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിന് ടാക്സ് അടച്ചതിൻ്റെ പുറമെ വീണ്ടും ടാക്സ് അടക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ടാക്സ് അടച്ചതിൻ്റെ പുറമെ വീണ്ടും ടാക്സ് അടക്കുന്നതിനെ കാസ്കേഡിങ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ GST വന്നപ്പോൾ നമുക്ക് ഈ കാസ്കേഡിങ് എഫക്റ്റ് എന്ത് ചെയ്യാൻ പറ്റി? ഒഴിവാക്കാനായിട്ട് പറ്റി. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ടാക്സ് അടച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? വാങ്ങിക്കുന്നത്. ഇനി അത് വിൽക്കുന്ന സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യാം? വാങ്ങുന്ന ആളുടെ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിലോട്ട് അടക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ?
അപ്പോൾ ഓൾറെഡി അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പ്രൊഡക്റ്റിനൊരു ടാക്സ് അടച്ചതാണ് അല്ലേ. വീണ്ടും അപ്പോൾ ഒരാളുടെ നിന്ന് മേടിക്കുമ്പോൾ ആ ഫുൾ എമൗണ്ട് എന്ത് ചെയ്യണ്ട, ടാക്സ് ആയിട്ട് അടക്കണ്ട. അയാൾ ഓൾറെഡി അടച്ച ടാക്സ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് എടുത്തിട്ട് ബാക്കി പൈസ എന്ത് ചെയ്താൽ മതി, ഗവൺമെൻറ്റിലോട്ട് അടച്ചാൽ മതി. ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന ആൾ ഒരു ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ കേരളത്തിൽ വിൽക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇയാൾ മഹാരാഷ്ട്രയിൽ പോയിട്ടാണ് ഹോൾസെയിലായിട്ട് സാധനങ്ങൾ എന്ത് ചെയ്യുന്നത്, എടുത്ത് കേരളത്തിൽ കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇവിടെ വിൽക്കുന്നു. അപ്പോൾ ഇയാൾ മഹാരാഷ്ട്രയിൽ നിന്ന് 10,000 രൂപയുടെ ഇലക്ട്രിക്കൽ പ്രൊഡക്റ്റ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ഈ 10,000 രൂപയിൽ 2,000 രൂപ പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, GST ആയിട്ട് അടച്ചിട്ടുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ഇനി ഇയാൾ ടാക്സ് അടക്കുമ്പോഴത്തേക്കും ആ 2,000 രൂപ കുറച്ചിട്ട് ഗവൺമെൻറ്റിലോട്ട് എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. കാരണം അയാൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, 2,000 രൂപ മഹാരാഷ്ട്രയിൽ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2,000 രൂപയാണ് പുള്ളിക്കാരൻ ലഭിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഔട്ട്പുട്ട് GST മൈനസ് ഇൻപുട്ട് GST ആണ് എന്തെന്ന് പറയുന്നത്, അടയ്ക്കേണ്ട GST. അതായത് അയാൾ വിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്ന ഒരു GST ഉണ്ട്. അതുപോലെ തന്നെ അയാൾ മഹാരാഷ്ട്രയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഓൾറെഡി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, GST അടച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച ശേഷം മാത്രം ഗവൺമെൻറ്റിലോട്ട് ടാക്സ് അടക്കുക. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അപ്പോൾ നമ്മൾ ഈ ITC അഥവാ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ടാക്സ് ഓൺ ടാക്സ് അല്ലേ, ടാക്സിന് പുറമെ വീണ്ടും ടാക്സ് അടക്കുന്നത് ഒഴിവാക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ടാക്സ് ഓൺ ടാക്സിനെ പറയുന്ന പേരാണ് കാസ്കേഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ കാസ്കേഡിംഗ് എഫക്റ്റ് ഒഴിവാക്കിയതുപോലെ തന്നെ GST വന്നതുകൊണ്ട് വേറൊരു നേട്ടവും കൂടെയുണ്ട്. അതിൻ്റെ പേരാണ് റിഗ്രസീവ് എഫക്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. റിഗ്രസീവ് എഫക്റ്റ് എങ്ങനെയാണ് ഒഴിവാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ GST വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ലക്ഷറി പ്രൊഡക്റ്റുകൾക്ക് ഹൈ റേറ്റ് ഓഫ് ടാക്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇമ്പോസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ലക്ഷറി പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് സ്വാഭാവികമായിട്ടും ആരായിരിക്കും, എക്സസ് ആയിട്ട് പൈസ ഉള്ളവരായിരിക്കും അല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷറി പ്രൊഡക്റ്റുകൾക്ക് കൂടുതൽ ടാക്സ് അടച്ചെന്നും പറഞ്ഞിട്ട് വലിയ നഷ്ടം വരുന്നില്ല അല്ലേ. അപ്പോൾ ആ ഒരു എമൗണ്ട് ഗവൺമെൻറ്റിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാൻ പറ്റും അല്ലേ. എന്നാൽ നമ്മൾ സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കെല്ലാം ലോവർ ടാക്സ് റേറ്റ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യവും കൂടെ മനസ്സിലോട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് GST കോമ്പൻസേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം GST നടപ്പിലാക്കിയപ്പോൾ ഒരുപാട് സംസ്ഥാന നികുതികളൊക്കെ GSTയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു ടാക്സ് റവന്യൂ കുറയുകയാണ്. അപ്പോൾ ആ ഒരു റവന്യൂ നഷ്ടം സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, GST കോമ്പൻസേഷൻ സ്കീം എന്ത് ചെയ്തു, അവതരിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടിയിട്ടൊരു ആക്റ്റും രൂപീകരിച്ചിട്ടുണ്ട്. ആക്ടിൻ്റെ പേരാണ് GST കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ്സ് 2017. അപ്പോൾ ഈ ആക്ട് പ്രകാരമാണ് എന്ത് അനുവദിക്കുന്നത്, സംസ്ഥാനങ്ങൾക്കുള്ള കോമ്പൻസേഷൻ അനുവദിക്കുന്നത്. ഇനി ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ് ഈ ഒരു കോമ്പൻസേഷൻ സ്കീം ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2017 മുതൽ 2022 വരെ. അപ്പോൾ ഈ 5 വർഷ കാലയളവിലേക്ക് മാത്രമാണ് എന്ത് കൊടുത്തിരുന്നത്, GST കോമ്പൻസേഷൻ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിരുന്നത്. ഇനി എത്ര ശതമാനമാണെന്നും കൂടെ ഓർത്തു വെച്ചേക്കുക, 14% കേട്ടോ. അപ്പോൾ ഇത്തരത്തിലൊരു കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചില പ്രൊഡക്റ്റുകൾക്ക് മേൽ ഒരു സെസ് ചുമത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് GST കോമ്പൻസേഷൻ സെസ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഇല്ല, ലക്ഷറി പ്രൊഡക്റ്റുകൾക്ക് മാത്രമാണ് എന്ത് ഇമ്പോസ് ചെയ്തിരുന്നത്, GST കോമ്പൻസേഷൻ സെസ് ഇമ്പോസ് ചെയ്തിരുന്നത്. അപ്പോൾ GST കോമ്പൻസേഷനെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തു വെക്കണം, ആദ്യം തന്നെ ഏത് കാലയളവിലാണ് നടപ്പിലാക്കിയതെന്ന് ഓർത്തു വെക്കുക. 2017 മുതൽ 2022 വരെയുള്ള 5 വർഷം. ഇനി എത്ര ശതമാനമാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്, 14%. ഇനി അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമത്തിയിരുന്ന ഒരു സെസ് ഉണ്ടായിരുന്ന, അതിൻ്റെ പേരാണെന്ത്, GST കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പോസിഷൻ സ്കീമാണ്. ഓക്കെ, ഇപ്പോൾ രണ്ടും കൂടെ തിരിഞ്ഞു പോരുത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞത് കോമ്പൻസേഷൻ സ്കീമാണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പോസിഷൻ സ്കീമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് കോമ്പോസിഷൻ സ്കീം എന്നുള്ളത് നമുക്ക് നോക്കാം. GST നിലവിൽ വരുന്ന സമയത്ത് അതിനെ എതിർത്തുകൊണ്ട് ഒരുപാട് പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു. ഇത് ചെറുകിട വ്യവസായക്കാരെ നശിപ്പിക്കും, അല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പുണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ചെറുകിട കച്ചവടക്കാരെ അല്ലെങ്കിൽ ചെറുകിട നികുതിദായകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്കീമാണ് കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോമ്പോസിഷൻ സ്കീം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ GST അടക്കുന്ന പോലെയല്ല. ഇപ്പോൾ സാധാരണ GST എങ്ങനെയാണ് നമ്മൾ പേ ചെയ്യുന്നത്, ഒരാൾ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും ഔട്ട്പുട്ട് ടാക്സ് ക്രെഡിറ്റും ഉള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്കും, അതാണ് ഗവൺമെൻറ്റിലോട്ട് ടാക്സ് ആയിട്ട് അടക്കുന്നത്. എന്നാൽ കോമ്പോസിഷൻ സ്കീമിൽ അങ്ങനെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും ഔട്ട്പുട്ട് ടാക്സ് ക്രെഡിറ്റും എന്ത് ചെയ്യുന്നില്ല, കണക്കാക്കുന്നില്ല. പകരം നമ്മളിപ്പോൾ ഒരു 10,000 രൂപയുടെ സാധനം വിറ്റു എന്ന് വിചാരിക്കുക. ആ 10,000 രൂപയുടെ പുറത്ത് ഒരു നിശ്ചിത ടാക്സ് എന്ത് ചെയ്യും, ഗവൺമെൻറ്റിലോട്ട് അടക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിവിടെ എന്ത് കിട്ടുന്നില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടത്തില്ല. പക്ഷേ എന്നാൽ പോലും ഇത് ചെറുകിട വ്യവസായികൾക്കൊക്കെ എന്താണ്, അത്യാവശ്യം ലാഭകരമായിട്ടുള്ളൊരു സ്കീമാണ്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യേണ്ട, ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോഴത്തേക്കും ആ ഒരു വിലയിലോട്ട് GST ആഡാകുന്നില്ല. അപ്പോൾ ആ ഒരു വില അവർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിശ്ചയിക്കാനായിട്ട് സാധിക്കും. ഇനി ആ ടോട്ടൽ സെയിലിൻ്റെ നിശ്ചിത ശതമാനം എന്ത് ചെയ്താൽ മതി, ഗവൺമെൻറ്റിലോട്ട് ടാക്സ് ആയിട്ട് അടച്ചാൽ മതി. ഇനി എല്ലാവർക്കും ഈ ഒരു കോമ്പോസിഷൻ സ്കീം എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. ഒരു സാധനമാണ് വിൽക്കുന്നതെങ്കിൽ അഥവാ ഗുഡ്സ് ആണ് വിൽക്കുന്നതെങ്കിൽ 1.5 കോടി ടേൺ ഓവറിന് മേളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ സർവീസ് ആണെങ്കിൽ 50 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവറിലുള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ലിമിറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഗുഡ്സ് ആണ് വിൽക്കുന്നതെങ്കിൽ 1.5 കോടി വരെയാണ് ലിമിറ്റ്. ഇനി സർവീസ് പ്രൊവൈഡേഴ്സ് ആണെങ്കിൽ 50 ലക്ഷം വരെയാണ് ലിമിറ്റ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇവിടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു കോമ്പോസിഷൻ സ്കീം എടുത്തിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ ഒരു കാരണവശാലും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് GST എന്ന പേരിൽ പൈസ എന്ത് ചെയ്യാൻ പാടില്ല, കളക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ നോർമൽ GST പെയറായി മാറും അല്ലേ. അപ്പോൾ കോമ്പോസിഷൻ സ്കീം എടുത്തിട്ടുണ്ടെങ്കിൽ GST എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യരുത്, പൈസ വാങ്ങിക്കരുത്. അതുപോലെ തന്നെ GST കോമ്പോസിഷൻ സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ ടാക്സ് ഇൻവോയ്സ് അല്ല കൊടുക്കുന്നത്, പകരം ബിൽ ഓഫ് സപ്ലൈ ആണ്. അപ്പോൾ ഒരു സാധനം വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറിന് കോമ്പോസിഷൻ സ്കീമിലുള്ള ആൾ കൊടുക്കുന്ന ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ പേരെന്താണ്, ബിൽ ഓഫ് സപ്ലൈ ആണ്. സാധാരണ നമ്മൾ ലഭിക്കുന്ന ടാക്സ് ഇൻവോയ്സ് ആയിരിക്കത്തില്ല അത്. അതുപോലെ തന്നെ സാധാരണ ടാക്സ് പെയർ എല്ലാ മാസവും റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ ഇവിടെ കോമ്പോസിഷൻ സ്കീമിൽ ഉൾപ്പെട്ടിട്ട ആൾക്കാർ എല്ലാ മാസവും ഫയൽ ചെയ്യേണ്ട, ക്വാർട്ടർലി അഥവാ 3 മാസം കൂടുമ്പോൾ എന്ത് ചെയ്താൽ മതി, റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. അതുപോലെ തന്നെ എല്ലാ വർഷവും എന്ത് ചെയ്യണം, ആനുവൽ റിട്ടേണും കൂടെ കൊടുക്കണം. അപ്പോൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ ലിമിറ്റ് ഉണ്ടല്ലോ 1.5 കോടിയും 50 ലക്ഷവും, അത് കവർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതെന്തായാലും നിർബന്ധമായിട്ടും ഫയൽ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ കോമ്പോസിഷൻ സ്കീമിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടത്, ചെറുകിട നികുതിദായകരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്, കോമ്പോസിഷൻ സ്കീം കൊണ്ടുവരുന്നത്. ഇനി സാധാരണ ടാക്സ് അടക്കുന്ന പോലെ എന്ത് ചെയ്യണ്ട, ഇവർ GST ടാക്സ് അടക്കണ്ട, പകരം അവരെ ടേൺ ഓവറിൻ്റെ നിശ്ചിത ശതമാനം എന്ത് ചെയ്താൽ മതി, ടാക്സ് ആയിട്ട് അടച്ചാൽ മതി. ഇനി ലിമിറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, സാധനങ്ങളാണ് വിൽക്കുന്നതെങ്കിൽ 1.5 കോടിയും സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ 50 ലക്ഷവുമാണ് എന്ത് കോമ്പോസിഷൻ സ്കീമിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി കോമ്പോസിഷൻ സ്കീം എടുത്ത ഒരാൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് GST എന്നുള്ള പേരിൽ എമൗണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, കളക്ട് ചെയ്യാൻ പാടില്ല. ഇനി ടാക്സ് ഇൻവോയ്സ് അല്ല കൊടുക്കേണ്ടത്, പകരം ബിൽ ഓഫ് സപ്ലൈ ആണ്. ഇനി റിട്ടേൺ ഫയലിംഗ് എല്ലാ മാസവും വേണമെന്ന് ചോദിച്ചാൽ വേണ്ട, 3 മാസം കൂടുമ്പോൾ എന്ത് ചെയ്താൽ മതി, റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. എന്നാൽ നിർബന്ധമായിട്ടും ആനുവൽ റിട്ടേൺ എന്ത് ചെയ്യണം, എല്ലാ വർഷവും ഫയൽ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോമ്പോസിഷൻ സ്കീമുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കുക. ഇനി നിങ്ങൾ ഡിഗ്രി ലെവലിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഫോമും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതിനകത്തൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അടുത്ത് നമ്മൾ GSTയുമായി ബന്ധപ്പെട്ട കുറച്ച് കമ്മിറ്റികളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് നമ്മൾ കേൽക്കർ ടാസ്ക് ഫോഴ്സ് കമ്മിറ്റിയാണ്. അപ്പോൾ കേൽക്കർ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നത് 2002-ലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പേരിൽ തന്നെ ഉണ്ട്, വിജയ് എൽ കേൽക്കർ എന്ന് പറയുന്ന ആളായിരുന്നു കേൽക്കർ ടാസ്ക് ഫോഴ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് കമ്മിറ്റി രൂപീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ നികുതി പരിഷ്കാരങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ശുപാർശ കൊടുക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റാണ് ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, കേൽക്കർ ടാസ്ക് ഫോഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ നികുതി സംവിധാനം കുറച്ചുകൂടെ എന്താക്കണം, ലളിതമാക്കണം, അതുപോലെ തന്നെ കാര്യക്ഷമമാക്കണം. അപ്പം കുറച്ചുകൂടെ സിമ്പിൾ പ്രൊസീജിയർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ആരെ അപ്പോയിൻറ്റ് ചെയ്തത്, കേൽക്കർ ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശുപാർശ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റ് ടാക്സും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സും അല്ലേ, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും ഇത് സംബന്ധിച്ചിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്ത് ചെയ്തു, നിർദ്ദേശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ GST കൊണ്ടുവരേണ്ടതിൻ്റെ ഒരു ആവശ്യകത മുന്നോട്ട് വെക്കുന്നതും ആരാണ്, കേൽക്കർ ടാസ്ക് ഫോഴ്സാണ്. ഓക്കെ, അപ്പോൾ കേൽക്കർ ടാസ്ക് ഫോഴ്സിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് രൂപീകരിക്കുന്നത്, ഇന്ത്യയിൽ നികുതി പരിഷ്കാരങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശകൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏത് വർഷം രൂപീകരിച്ചു, 2002 രൂപീകരിച്ചു. അധ്യക്ഷൻ ആരായിരുന്നു, വിജയ് എൽ കേൽക്കർ ആയിരുന്നു ഈ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി കമ്മിറ്റി എന്തൊക്കെ ശുപാർശകളാണ് കൊടുത്തത്, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും സംബന്ധിച്ച് പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ GST കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയും മുന്നോട്ട് വെച്ചു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന രണ്ടാമത്തെ കമ്മിറ്റിയാണ് എംപവേർഡ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, 2000-ലാണ് രൂപീകരിക്കുന്നത്. ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലെയും ധനമന്ത്രിമാരെ ഉൾപ്പെടുത്തിയിട്ടാണ് ഏത് രൂപീകരിക്കുന്നത്, എംപവേർഡ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇനി അതിൻ്റെ ആദ്യത്തെ ചെയർമാനായിരുന്നത് അസിം ദാസ് ഗുപ്തയായിരുന്നു. വെസ്റ്റ് ബംഗാളിൻ്റെ ധനമന്ത്രിയായിട്ടുള്ള അസിം ദാസ് ഗുപ്തയായിരുന്നു ആദ്യത്തെ അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങളിലെ നികുതി പരിഷ്കാരങ്ങൾ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു എംപവേർഡ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. GST രൂപീകരിക്കുന്നതിൽ ഒരുപാട് പ്രധാനപ്പെട്ട റോൾ വഹിച്ചൊരു കമ്മിറ്റിയാണ് എംപവേർഡ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ
ഈ ഒരു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ നികുതി എന്ത് ചെയ്യുക, ഏകോപിപ്പിക്കുക എന്നുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു, അന്ന് നിലവിലുണ്ടായിരുന്ന വാറ്റ് സംവിധാനം എന്ത് ചെയ്തു, ഏകോപിപ്പിക്കാനായിട്ട് ഈ കമ്മിറ്റിക്ക് സാധിച്ചു. പിന്നീട് അവർ GST സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ സ്റ്റേറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ കമ്മിറ്റിയെ പറ്റി ഓർത്തിരിക്കേണ്ടത്? കമ്മിറ്റി എന്നാണ് രൂപീകരിക്കുന്നത്? 2000-ലാണ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇനി ആരെ ഉൾപ്പെടുത്തിയായിരുന്നു? വിവിധ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരെ ഉൾപ്പെടുത്തിയാണ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇനി ആദ്യ അധ്യക്ഷനാരായിരുന്നു? അസിം ദാസഗുപ്ത. വെസ്റ്റ് ബംഗാളിൻ്റെ ധനമന്ത്രിയായിരുന്ന അസിം ദാസഗുപ്തയായിരുന്നു ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടി അവരെ രൂപീകരിച്ചത്? വിവിധ സംസ്ഥാനങ്ങളിലെ നികുതി പരിഷ്കാരങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്. GST കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാനും അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കിടയിലെ വാല്യൂ ആഡഡ് ടാക്സ് നടപ്പാക്കുന്നതിനും അതുപോലെ തന്നെ ഏകോപിപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കാനായിട്ട് ഈ കമ്മിറ്റിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം അതിനുശേഷം എന്ത് ചെയ്തു, സംസ്ഥാനങ്ങളുടെ ഒരു GST പ്രതിനിധി എന്ന രീതിയിലാണ് ഈ ഒരു കമ്മിറ്റി വർക്ക് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. അടുത്തായിട്ട് നമുക്ക് GSTയുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തേത് സെൻട്രൽ GST നിയമം, രണ്ടാമത്തത് ഇൻ്റഗ്രേറ്റഡ് GST നിയമം, മൂന്നാമത്തത് യൂണിയൻ ടെറിട്ടറി GST നിയമം. അപ്പോൾ വർഷം എല്ലാം ഓർത്തു വെക്കാനായിട്ട് എളുപ്പമുണ്ട്. എല്ലാം 2017 ഓക്കെ. ഇനി അത് ഡീപ്പായിട്ടൊന്നും നോക്കണ്ട, ജസ്റ്റ് ആ നിയമങ്ങളുടെ പേര് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക, ഏത് വർഷം നിലവിൽ വന്നു എന്ന് ഓർത്തു വെക്കുക. ഇനി വേറൊരു നിയമം കൂടെ ഉണ്ടായിരുന്നു, GST കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ്സ് ആക്ട് 2017. അപ്പോൾ അത് ഓൾറെഡി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ 4 നിയമം ഓർത്ത് വെച്ചേക്കുക. സെൻട്രൽ GST നിയമം, ഇൻ്റഗ്രേറ്റഡ് GST നിയമം, യൂണിയൻ ടെറിട്ടറി GST നിയമം, അതുപോലെ തന്നെ GST കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ്സ് ആക്ട്. ഇതെല്ലാം 2017 നിലവിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത്. നമുക്ക് GSTയുടെ ഒരു ക്ലാസ്സും കൂടെ എടുക്കണം. അത് GST കൗൺസിലും അതുപോലെ തന്നെ GST 2.0 വന്ന അപ്ഡേഷൻസും കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GST കൗൺസിലിൽ നിന്ന് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് പോയിൻറ്റ്സ് മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് അടുത്ത ദിവസം എടുക്കുന്നതായിരിക്കും. ഇനി ക്ലാസ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.